ഒക്ടോബർ 31 ഹാലോവീൻ ആണ് കേട്ടോ. സാധാരണ നമ്മൾ ഹാലോവീൻ ഒരു കാര്യം ചെയ്യാറില്ല, പക്ഷേ ഇത്തവണ ഇത്തിരി വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു മത്തങ്ങയൊക്കെ ഒപ്പിച്ചിട്ടുണ്ട്. മത്തങ്ങ ഒപ്പിക്കുക എന്ന് പറഞ്ഞാൽ പിള്ളേരുടെ വാശി കാരണമാണ്. എല്ലാ പ്രാവശ്യവും ചോദിക്കാറുണ്ട് നമുക്ക് കാർവ് ചെയ്യാമെന്ന്, പക്ഷേ നടക്കാറില്ല കേട്ടോ, അല്ലെങ്കിൽ നടത്തി കൊടുക്കാറില്ല എന്ന് പറയാം. എന്നാൽ പിന്നെ ഇത്തവണ പംകിനൊക്കെ മേടിച്ചിട്ടുണ്ട്. മേടിച്ച് കഴിഞ്ഞപ്പോഴേക്കും എന്താ ഡുങ്കുടു കണ്ണും മൂക്കൊക്കെ വരച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെ ലാസ്റ്റ് മിനിറ്റിലാണ് ചെയ്യുന്നത്. ഹാലോവീൻ്റെ അന്ന് വൈകുന്നേരമാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മളിത് വേണ്ട ചെയ്യാറില്ലല്ലോ എന്ന് വിചാരിച്ചിരുന്നിട്ട് തലേന്നായപ്പോഴാണ് നമ്മളും വിചാരിച്ച എന്നാൽ പിന്നെ വാങ്ങിയേക്കാം എന്ന് വിചാരിച്ചു. കണ്ണും മൂക്കൊക്കെ വരച്ചതിന് കഴിഞ്ഞതിന് ശേഷം ദസാനോവിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് അതിന് മുഴുവൻ കണ്ണൊക്കെ കുത്തിപ്പൊട്ടിച്ച് അതിനെ കാർവ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്നത് കറക്റ്റാണെന്നൊന്നും നമുക്കറിയില്ല കേട്ടോ. കാരണം ഓരോ യൂട്യൂബിലും അല്ലെങ്കിൽ ഗൂഗിളൊക്കെ നോക്കിയിട്ടാണ് അവൾ വരച്ചത് തന്നെ. അറിയാവുന്ന രീതിയിൽ എന്തൊക്കെയോ ഒരു ഐഡിയ വെച്ചിട്ട് നമ്മളും എന്തൊക്കെയോ ചെയ്തു വെച്ചു കേട്ടോ. അപ്പോൾ ഏകദേശം ഈ ഒരു രൂപത്തിലായിട്ടുണ്ട് ആ സാധനങ്ങളൊക്കെ ഓട്ടയൊക്കെ വന്നപ്പോൾ. അത് കഴിഞ്ഞിട്ട് ആ മോൾ ഭാഗത്തും ഇതുപോലൊരു സ്ക്വയറോ ഹെക്സഗണോ എന്ത് വേണമെങ്കിലും പറയാം, ആ ഒരു രീതിയിൽ ഷേപ്പിൽ കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ അകത്തെ സാധനങ്ങൾ മുഴുവൻ ചുരണ്ടി എടുത്ത് കളഞ്ഞു. അവിടെ സാധാരണ രീതിയിൽ എനിക്ക് തോന്നുന്നു ഇവിടെ ക്യാൻഡിൽസ് വെക്കണം കാണാം, അങ്ങനെയൊക്കെയാണ് കേട്ടോ വെക്കാറ്. പിന്നെ ഡുങ്ങുട് വന്ന് എനിക്ക് കൈ കൊണ്ട് നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് സ്പൂണൊക്കെ എടുത്തിട്ട് വന്ന് കോരി കളയുന്നുണ്ടായിരുന്നു. ഈ ഒരു രൂപത്തിലായിട്ടുണ്ട് കേട്ടോ. എല്ലാ സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞു, ഒരു പരുവത്തിലാക്കി എടുത്ത് കഴിഞ്ഞപ്പോൾ. അപ്പോൾ പിന്നെ ഞാൻ വെച്ച് ക്യാൻഡിൽ വെച്ച് കഴിഞ്ഞാൽ കെട്ടുപോയാലോ എന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് സ്ട്രിങ് ലൈറ്റ് എടുത്തുകൊണ്ട് വന്നേ. ബാറ്ററിയുടെ സ്ട്രിങ് ലൈറ്റ് ആയിരുന്നു. അപ്പോൾ അത് പിന്നെ അതിൻ്റെ അകത്ത് വെച്ചിട്ട് അതങ്ങ് ഓൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ അത്യാവശ്യം ലൈറ്റ് ഉണ്ടല്ലോ, കാണാൻ ഒരു ലുക്ക് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചു. പുറത്ത് നല്ല ലൈറ്റ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇതിനകത്ത് ലൈറ്റ് അങ്ങനെ അറിയാത്ത കേട്ടോ. അപ്പോൾ പിന്നെ വിചാരിച്ചു ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി വൈകുന്നേരമാണ് ഇത് ചെയ്തത് തന്നെ. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ എടുത്ത് വെക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, കൊണ്ടുപോയി പുറത്ത് വെക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ വന്ന് അമ്മേനെയും കാണിക്കാം കേട്ടോ. അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര തണുപ്പാണ്, ഇവിടെ തണുപ്പൊക്കെ പിടിച്ച് അവിടെ കിടക്കുമായിരുന്നു. അപ്പോൾ അത് അടും കൂടി വന്ന് ഇതാ പുറത്തിങ്ങനെ വെച്ചിട്ടുണ്ട്, നമുക്ക് ഇവിടെ ഇങ്ങനെ വെക്കാം എന്നൊക്കെ പറഞ്ഞാൽ സ്ട്രിങ് ലൈറ്റിലെ ലൈറ്റൊക്കെ ഇപ്പം അങ്ങനെ കാണുന്നില്ലെങ്കിൽ രാത്രി നല്ല രീതിയിൽ കാണുന്നുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് ഇച്ചിരി ഇരുട്ടൊക്കെ ആയി തുടങ്ങിയതിന് ശേഷം ഒരുപാട് രാത്രി ഒന്നുമില്ല, 5 മണിയാകുമ്പോഴേ ഇപ്പോൾ ഇരുട്ടാവേ. അപ്പോൾ ഇത്തിരി ഇരുട്ടായി കഴിഞ്ഞപ്പോഴേക്കും ഡുങ്കുടൂനെയൊക്കെ കൊണ്ട് നമ്മൾ ഡുങ്കുടൂനെയും സച്ചുനെയും അമ്മേനെയും കൂട്ടിക്കൊണ്ട് നമ്മൾ ട്രിക്ക് ഓർ ട്രീറ്റിന് പോയി. ഡുങ്കുടൂന് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല ട്രിക്ക് ഓർ ട്രീറ്റിന് പോകാൻ, കാരണം വലുതായതിൻ്റെ ഞാൻ തോന്നുന്നു വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ സച്ചിന് ഭയങ്കര താല്പര്യമായിരുന്നു. തണുപ്പായതുകൊണ്ട് എനിക്ക് ഇത്തിരി മടി ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും പിന്നെ ഞാൻ വിചാരിച്ചു അമ്മയ്ക്ക് ഇതൊരു പുതിയ എക്സ്പീരിയൻസ് അല്ലേ, നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ ഇല്ലല്ലോ, ട്രിക്ക് ഓർ ട്രീറ്റും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഓരോ വീട്ടിലും നല്ല വെറൈറ്റി ഡെക്കറേഷൻസ് എല്ലാം ഉണ്ട്. ഞാനിവിടെ ഇപ്പോൾ തന്നെ ഞാൻ ഫുൾ വീഡിയോസ് ഒന്നും അങ്ങനെ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച അമ്മേനെയൊക്കെ അങ്ങനെ കാണിക്കാമല്ലോ. ഞാൻ ഇതിൻ്റെ ഈ ഹാലോവിൻ എന്തിനാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനെപ്പറ്റി ഒന്നും കൂടുതൽ പറയുന്നില്ല. അങ്ങനെ ട്രിക്ക് ഓർ ട്രീറ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോയി.